ഹലോ, ഗുഡ് മോർണിംഗ് ബട്ടർഫ്ലൈസ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ ഷോർട്സ് ഇട്ടിട്ട് 2-3 ദിവസമായി തോന്നുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കോമഡി ഷോർട്സൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നൊരു ഷോർട്സ് അല്ല, ഇന്നൊരു ചെറിയ ലെങ്തി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, മോൻ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ മെല്ലെ പതുക്കെ എനിക്കിന്ന് എണീറ്റിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി, ഹറിബറി ഇല്ല. അവനും സ്കൂളില്ല, എനിക്കും ഇന്ന് ഷോപ്പ് ലീവാണ്. അപ്പോൾ കാലത്ത് എന്തൊക്കെയാണ് ഇന്നത്തെ ടാസ്കുകൾ എന്ന് ആലോചിച്ച് ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്തിട്ട് വരുമായിരുന്നു. അപ്പോൾ ആദ്യം ചായ കുടിയിൽ തുടങ്ങാൻ വിചാരിച്ചു. ചായ കുടിച്ചിട്ടിരിക്കുമ്പോഴാണ് ആലോചിച്ച് കുറച്ച് ദിവസമായി കാറ് അന്ന് 2-3 പ്രാവശ്യം എടുത്തിട്ട് കാറ് കഴുകിയിട്ടില്ല, കാറ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബോക്സിങ് ബാഗ് എടുത്ത് ഫസ്റ്റ് അത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അവൻ്റെ ബാഗിൽ ബോക്സിങ് ഗ്ലൗസും റാപ്പറും അതിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്നും കഴുകാറുണ്ട്, ഗ്ലൗസ് കഴുകാറില്ല. എനിക്ക് അറിഞ്ഞൂടാ അത് കഴുകാൻ പറ്റുമോ, അത് ഉണങ്ങുമോ എന്താണെന്ന് അറിഞ്ഞൂടാ. മറ്റേത് ഞാൻ എപ്പോഴും കഴുകാറുണ്ട്, അതിൻ്റെ ആ വേർപ്പിൻ്റെ സ്മെല്ലുണ്ട്. അപ്പോൾ പിന്നെ റണ്ണിങ് ആയപ്പോൾ ഷൂവും അതെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇത് മാത്രം ഒന്ന് കഴുകിയിട്ട് പുറത്ത് കൊണ്ടിടാൻ വിചാരിച്ചു കേട്ടോ. അറിയുന്നവരൊന്ന് പറയണേ, ഇത് കഴുകാനുള്ള ഇത് എങ്ങനെയാണ് കഴുകേണ്ടത് എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ആ പണി കഴിഞ്ഞു. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവരടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടിലാണല്ലോ ഞങ്ങളെപ്പോലെയുള്ള ന്യൂ ആയിട്ട് ഇത് ചാനൽ തുടങ്ങിയവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എല്ലാ സൺഡേസും ഞങ്ങൾക്ക് തിരുവാതിര പ്രാക്ടീസ് ഉണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള NSSൽ തന്നെയാണ് അത് നടക്കുന്നത്. എല്ലാ സൺഡേ 2 to 4 മണി വരയ്ക്കും പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അരി ഉഴുന്ന് അരയ്ക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഭാഗത്ത് അരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇന്നിപ്പോൾ രാവിലെ തന്നെ അരച്ച് വെച്ചാലേ നമുക്ക് രാത്രിക്ക് ദോശ ഉണ്ടാക്കാമെന്നുള്ളതിൽ ഞാൻ അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. പിന്നെ ചോറും മുരിങ്ങയില കൂട്ടാൻ ഉണ്ടാക്കാമെന്നുള്ളതിൽ അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരി ഉഴുന്ന് അരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് വൃത്തിയാക്കി, ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്താ പറയുക, നമ്മൾ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അടുക്കള നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഞാനൊന്നും കൂടെ വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ സിലിണ്ടറും കഴിഞ്ഞു. അപ്പോൾ അതും ഒന്ന് മാറ്റേണ്ടി വന്നു. അത് മാറ്റിയിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. അത് അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞു. ഒരുവിധം ഉച്ചയാകുമ്പോഴേക്കൊക്കെ എൻ്റെ എല്ലാം ഏകദേശം ഒരു 1-1:30 ആകുമ്പോഴേക്കൊക്കെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇവിടെ നമ്മൾ സ്വന്തം ആട്ടുന്ന വെളിച്ചെണ്ണയാണ്, നാളികേരം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ആട്ടി എടുക്കാറുണ്ട്. പിന്നെ ഏട്ടൻ്റെ അമ്മ നെയ്യൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് തന്നു വിടുന്നുണ്ട്. ഇവിടെ മോന് ഇഷ്ടമാണ്, ദോശയിലും എല്ലാത്തിലും നെയ്യ് ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ സ്റ്റൗവ് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ എവിടെയും കണ്ടിട്ടില്ല. ഇത് ഒത്തിരി വർഷമായി. ഇതിൻ്റെ അമ്മയുടെ സ്റ്റൗവാണ്. ഞങ്ങളുടെ ആക്ച്വലി ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും അത് മുകളിൽ തന്നെയുള്ളത്, എടുത്തിട്ട് തന്നെ ഇല്ല. അപ്പോൾ ഉച്ചയ്ക്കുള്ളതെല്ലാം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞു. പിന്നെ ഞാൻ നേരെ പ്രാക്ടീസിന് പോയി, തിരുവാതിര പ്രാക്ടീസിന് പോയി. ഇപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ. അവർക്ക് അറിഞ്ഞിട്ടില്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. തിരുവാതിര പ്രാക്ടീസ് നടക്കുന്നുണ്ടോ ഇല്ലയോ, ഞങ്ങൾ നല്ല വായ് പ്രാക്ടീസ് ഉണ്ട്, അതിങ്ങനെ ചെയ്യുമായിരുന്നു. അതൊക്കെ കളിയൊക്കെ കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം 4-4:15 ആയിട്ടോ വീട് തിരിച്ചെത്താൻ. കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ഒരു 3-4 നാളികേരമൊക്കെ വേണ്ടി വരുള്ളൂ ഞങ്ങൾക്ക്. അപ്പോൾ അതും ഒന്ന് പൊതിച്ച് വെച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആവശ്യത്തിന് വരണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പൊതിക്കാനൊക്കെ പോയി. പിന്നെ കുറച്ച് കരുവേപ്പിലയൊക്കെ പൊട്ടിച്ച് വെച്ചാൽ പിന്നെ രാവിലെ ഉള്ള ആ ഓട്ടത്തിൻ്റെ ഇടയിൽ വന്ന് പെറുക്കാൻ വരണ്ടല്ലോ എന്നുള്ളതിൽ. പിന്നെ ചില സമയത്ത് ഈ പറഞ്ഞ പോലെ പുല്ലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. ഇപ്പോൾ ഇത്തിരി അത്യാവശ്യം പുല്ലും ഇതൊക്കെ നല്ലോണം വളർന്നിട്ടുണ്ട് തൊടിയിൽ. ഇടയ്ക്കിടയ്ക്ക് ഓരോരോ മഴ കാരണം അതുകൊണ്ട് ഞാൻ അതിനൊന്നും നിന്നില്ല. ഇത് കഴിഞ്ഞ വഴിക്ക് കരുവേപ്പിലയും കൂടെ പൊട്ടിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഏകദേശം എല്ലാ ടാസ്കുകളും കഴിഞ്ഞു. ഇനി എനിക്കൊന്ന് ഏട്ടൻ്റെ കാറൊന്ന് ഞാൻ കഴുകാനുണ്ട്, അതുമാത്രമേ ഇനി പെൻഡിങ് ഉള്ളൂ.
കാലത്ത് വിചാരിച്ചു കുറച്ച് ടാങ്ക് ഒന്ന് കഴുകാനുണ്ടായിരുന്നു, കുറച്ച് മാസങ്ങളായി. അപ്പോൾ മോനോടൊന്ന് ചോദിച്ചു, നീ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒന്ന് മുകളിലേക്ക് കയറാവോ എന്ന്. പക്ഷെ അവൻ ഇത്തിരി സൈസ് വയ്ക്കുകയും ചെയ്തു. ടാങ്കിൻ്റെ സൈസ് അങ്ങനെ തന്നെയാണല്ലോ, അപ്പോൾ ഇറങ്ങാൻ അവനൊരു പേടി. അത് കാരണം ഇനിയിപ്പോൾ വലിയ റിസ്ക് എടുക്കണ്ട എന്നുള്ളതിൽ ഞാൻ അതുകൊണ്ട് വേറെ ആരെങ്കിലും നിർത്തിച്ച് കഴുകുക എന്നുള്ളതിൽ അതവിടെ വെച്ചു കേട്ടോ. പിന്നെ കാലത്ത് ഉണക്കാനിട്ടതെല്ലാം ഒന്ന് എടുത്തു. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു. എല്ലാം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ആ ഒരു ബാഡ് സ്മെല്ലും വേർപ്പിൻ്റെ ഇതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ കാർ കഴുകാനായിട്ട് പോയി. ലോഷൻ അവിടെ കുറവായിരുന്നു. അപ്പോൾ തൽക്കാലം ഈ ഒരു പ്രാവശ്യത്തിൽ ഇത് അങ്ങനെ കഴിയട്ടെ, അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും മേടിക്കാൻ വിചാരിച്ചു. എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് എടുത്തിട്ടു. ഞാൻ അധികമൊന്നും കാർ എടുക്കാറില്ല, ആവശ്യത്തിനും എടുക്കാറില്ല. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മാത്രം എടുത്ത് വെക്കുന്നതാണ്. ഞാൻ എപ്പോഴും എൻ്റെ യൂസിന് സ്കൂട്ടി തന്നെ എടുക്കുക കേട്ടോ. എനിക്ക് ഇത്തിരി പേടിയല്ല, എനിക്കത് ഞാനതിന് എടുത്തെടുത്ത് ശീലം വന്നാലല്ലേ നമുക്കതിൻ്റെ ഒരിത് കിട്ടും. ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ മോൻ കാറ് കഴുകുക, അമ്മ വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ചെയ്തോളൂ പറഞ്ഞു. അപ്പം ഞാനത് ശരി എന്നാൽ ആ പണി അവൻ ചെയ്തോട്ടെ, അത്ര നേരം പഠിക്കാൻ അവന് എസ്കേപ്പ് ആവാമല്ലോ എന്നുള്ളതിൽ അവൻ വേഗം ചാടി വന്നു കഴുകാനായിട്ട്. അതിനൊരു അരമണിക്കൂർ അവൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കാറിനെടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു. ജസ്റ്റ് ഒന്ന് സ്കൂട്ടീനെ ഒന്ന് കഴുകാൻ പറഞ്ഞു. അപ്പോൾ സ്കൂട്ടി ഒന്ന് കഴുകിയിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നത്തെ എല്ലാം ഏകദേശമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ മേല് കഴുകലൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചു. അപ്പോൾ രാത്രിക്കുള്ള ദോശ ഉണ്ടാക്കി, ചട്നി അരച്ചു. അപ്പോൾ നാളെ കാണാം. ബൈ.